മാല അലമാരിക്കകത്ത് സാരിക്കൊപ്പം ഉണ്ടായിരുന്നു, കെട്ടിവെച്ചത് ഇവളാ. അയ്യോ മാഡം, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഈ സ്വർണം കാണുന്ന തന്നെ ഇപ്പോഴാ. അമൃതേച്ചി, നിങ്ങൾ എന്താ ഇപ്പൊ ഇങ്ങനൊക്കെ പറയുന്നേ? നീ ഒന്നും പറയണ്ട. ഞാൻ എന്റെ ഭർത്താവിന്റെ സർജറിക്ക് വേണ്ടി വേറെ ഒരാളുടെ ഇരുന്നുണ്ടാക്കിയ മാലയാ. ഞാനല്ല. ഇത് മോഷണ കേസാണ്. തൊണ്ടി നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് നിന്ന് കിട്ടിയ സ്ഥിതിക്ക് ഈ കേസ് ഞാൻ രജിസ്റ്റർ ചെയ്യും. അമൃത, ഇവളുടെ പേര് ഒരു പരാതി എഴുതിത്താ. ഞാൻ ചെയ്തിട്ടില്ല മാഡം. ഇവരെ കൊണ്ട് ആരോ ചെയ്യിക്കുന്നതാ. ചെയ്യിപ്പിക്കാനോ? എന്ത് ചെയ്യിപ്പിക്കാൻ? അമൃത, ഇവരെ സ്റ്റേഷനിൽ കൊണ്ടുപോയിക്കോട്ടെ. അയ്യോ സാറേ, അവളെ കൊണ്ടുപോലേ സാറേ. കേസാക്കി കളയല്ലേ, നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. പരിഹാരമൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് SSR വന്നിട്ട് തീരുമാനിച്ചോളൂ. അയ്യോ അങ്ങനെ ചെയ്യല്ലേ സാറേ. വേണ്ട, കേസ് രജിസ്റ്റർ ചെയ്യട്ടെ. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അമൃതേച്ചി കൊണ്ടിത് ചെയ്യിപ്പിച്ച ആരാണെന്ന് എനിക്ക് അറിയണം. കേസ് ഒന്ന് രജിസ്റ്റർ ചെയ്യണ്ടേ സാർ? മാല കിട്ടിയല്ലോ. ഞാൻ കേസ് രജിസ്റ്റർ ചെയ്യും. എന്റെ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കിയതിന് നിങ്ങളുടെ പേരിൽ ഞാൻ കേസ് രജിസ്റ്റർ ചെയ്യും. ഇതൊക്കെ എന്തിന്റെ കേടാ? എനിക്കറിയണല്ലോ. നിങ്ങൾ എന്നെ കളിയാക്കാൻ നോക്കിയതല്ലേ? ഞാൻ കേസ് രജിസ്റ്റർ ചെയ്യും. മാഡം, അവള് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? അവളെ ഞാൻ കള്ളിയാക്കിയെന്ന്. അവള് കള്ളി തന്നെയാ. അവൾക്ക് നല്ല ശിക്ഷ കിട്ടണം. അവള് കള്ളിയാന്ന് ഞാൻ തെളിയിക്കും. അതിനു വേണ്ടി പരാതി എഴുതി തരാം ഞാൻ. ഈ കേസ് രജിസ്റ്റർ ചെയ്യണം മാം. ഞാൻ വെറുതെ വിടില്ല മാം. ചേച്ചി വിഷമിക്കല്ലേ? ചേച്ചി കരയല്ലേ, പോട്ടെ. എന്നാ ശരിയാവും ചേച്ചി. ഗോവിന്ദ, ഇനി വെള്ളം കയറുകയാണെങ്കിൽ മട മുറിയും. ഒന്നുകൂടി ചവിട്ടി ഉറപ്പിച്ചേരെ. ബാല, തെക്കേ പറമ്പിലേ വെള്ളം കെട്ടി കുറെ വാഴകളെ കൊണ്ട് ചീഞ്ഞുപോയി. ഓ, അതിന് നോക്കണ്ട ഗോവിന്ദ. മഴയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് നമുക്ക് കപ്പ നടാം. അതിനൊക്കെ നല്ല ചേനയാ ബാല. എന്താന്ന് വെച്ചാ നോക്കിട്ട് ഗോവിന്ദനങ്ങ് ചെയ്താ മതി. ഓ, ഇത് എന്തൊരു പായലാ ദൈവമേ. ഓ, ഇതൊന്ന് പിടിക്കേ. സൂക്ഷിച്ച് തെറ്റലുണ്ടായി. അതെ, നിങ്ങൾ അറിഞ്ഞോ? എന്ത്? ആ, ചാരുവിനെ അന്വേഷിച്ച് വീട്ടില് പോലീസുകാർ വന്നു. ചാരുവിനെ അന്വേഷിച്ച് പോലീസ് വരിക? ആ, എന്തിന്? എന്തോ മാല മോഷണമൊക്കെ ആയിട്ട് വന്നെന്നോ, തുണിക്കച്ചവടത്തിന് പോകുന്ന വഴിയിലെ എന്തോ പിടിച്ചുപറിയൊക്കെ നടന്നെന്നോ, മോഷണമായെന്നോ നാട്ടുകാർ കൂടിയെന്നൊക്കെയാ പറയുന്നേ. ഞാനും എന്റെ ദൈവമേ, കൊച്ചിന്റെ കഷ്ടകാലം. ആ, പോലീസുകാർ എന്തായാലും ഞാൻ കണ്ടെത്തി ചെന്നിട്ടുണ്ട്. ആ, നിന്നോട് ആരാ പറഞ്ഞത്? ഞാൻ ആ കുമാരൻ വൈദ്യരുടെ കടയിൽ ചെന്നപ്പോഴേ എന്നോട് അവര് ചോദിക്കാ മരുമോടെ കാര്യമൊക്കെ അറിഞ്ഞോന്ന്. ബാല, ചാരുമോളെന്ന് വിളിച്ചോ? ബാലമ്മേ, എന്താ മോളെ, വീട്ടില് പോലീസ് വന്നു പറയുന്നുണ്ടല്ലോ? അത് ബാലമ്മേ, എന്റെ കൂട്ടുകാരി അമൃതേച്ചിയുടെ മാല അവര് പഴയ സാരി തന്നപ്പോ അക്കൂട്ടത്തില് പെട്ടു. അവളത് കാണാതായപ്പോ ഒരു പരാതി കൊടുത്തതാ. അത്രേ ഉള്ളോ? ആ, മോളിപ്പോ എവിടെയാ? ഞാൻ അമൃതേച്ചിയുടെ വീട്ടിൽ പോയിട്ട് വരുന്ന വഴിയാ ബാലമ്മേ. എന്നാ ശരി മോളെ. ശരി. അതൊന്നുമില്ല അമ്മേ, അവളുടെ കൂട്ടുകാരിക്ക് ഒരു അബദ്ധം പറ്റിയതാ, അത്രേ ഉള്ളോ? അതല്ല, ഇതിപ്പോ പറ്റിയത് അബദ്ധമാണെങ്കിലും നാട്ടുകാർ മൊത്തം അറിഞ്ഞില്ലേ?
ഓ കല്യാണം എടുക്കാറായപ്പോ ഇതെന്തൊരു പരീക്ഷണങ്ങളാ. ശോ, ശോ. എന്താ അച്ഛാ പ്രശ്നം? എടാ, അത് ചാരുവിന്റെ വീട്ടില് പോലീസ് അറിയുന്നെന്ന്. പോലീസോ? അതൊന്നുമില്ലടാ. അവളുടെ കൂട്ടുകാരിക്ക് ഒരു അബദ്ധം പറ്റിയതാ. അവരുടെ മാല എന്തോ മറന്നു വെച്ചത് ചോദിക്കാനാ. മാലയോ? ആ എന്തായാലും ആ കാരൂര് ജോത്സ്യര് പറഞ്ഞ വഴിപാടുകളൊക്കെ ഉടൻ ചെയ്യണം. ഇനി സമയം കളയരുത്. ശോ, എന്നാലും ഇതൊരു നാണക്കേടായി പോയി. ഉള്ള നാട്ടുകാരെല്ലാം ഇത് പറഞ്ഞോണ്ട് നടക്കില്ലേ? ഹോ. ഹലോ ആഷിം, നീ ഇപ്പൊ എവിടെ ഉണ്ട്? സ്റ്റേഷനിലുണ്ടോ? ഡ്യൂട്ടിയിലാണോ? അല്ല, ഇന്ന് ഈ ചെയിൻ മിസ്സിംഗ് കേസ് വല്ലതും സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ആണോ? എനിക്കത് കാണണം. ഞാൻ അവിടെ വരാം. ശരി. SP വരുന്നുണ്ടോ? അതൊക്കെ നമുക്ക് നാളെ സോൾവ് ചെയ്യാം. ഓക്കെ, ബൈ. ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ ബാബുക്കുണ്ട ഭാഗത്തുനിന്ന് ഒരു അറ്റാക്ക് ഉണ്ടാകില്ലെന്ന്. വിടക്കാക്കി തനിക്കാക്കുക, അതാണ് അവന്റെ ഒരു രീതി. സഞ്ജന അമൃതയെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ? ഏയ് അല്ല, സഞ്ജന നേരിട്ട് ഇൻവോൾവ് ആയിട്ടില്ല. അവളുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. സഞ്ജന ഇതിൽ നേരിട്ട് ഇടപെട്ടതിനുള്ള ഒരു തെളിവ് നമ്മുടെ പക്കലില്ല. കല്യാണത്തിന് ഇനി ദിവസങ്ങളേ ഉള്ളൂ. കുറച്ച് സമയത്തേക്കെങ്കിലും ചാരുവിനെ അവർക്ക് സ്റ്റേഷനിൽ കയറ്റാൻ പറ്റും. അത് പിന്നെ എല്ലാവർക്കും നാണക്കേടും ആവും. ഇല്ല, അവര് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അമൃത മാല കാണുന്നില്ല എന്ന കാര്യം പറയുന്നത് അവളുടെ കോളനി താമസിക്കുന്ന എന്റെ കൊളീഗ് CPO അനിതയോടാണ്. ഞാൻ അനിതയെ കൊണ്ടൊന്ന് അന്വേഷിപ്പിച്ചു. അമൃത കേസ് രജിസ്റ്റർ ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയ കുടുങ്ങുന്നത് അമൃത തന്നെയാണെന്ന് അവക്ക് നന്നായിട്ടറിയാം. നാട്ടിൽ ചാരുവിന്റെ ഇമേജ് തറക്കുക, അതായിരിക്കും അവരുടെ ഉദ്ദേശം. അല്ല, നെക്സ്റ്റ് മൂവ് എന്താ? അമൃതയല്ലേ മറുപടി പറയേണ്ടത്. ഞാൻ അനിതയായിട്ട് സംസാരിക്കട്ടെ. അമൃതയെ അനിതയ്ക്ക് നല്ലപോലെ അറിയാം. അമൃതയുടെ കോൾ റെക്കോർഡ് എടുക്കാൻ ഞാൻ അനിതയോട് പറയാം. എടേ, ഞാനൊരു പോലീസുകാരനല്ലേടേ, പൈസയോ തരുന്നില്ല, ഒരു ചായെങ്കിലും മേടിച്ചാടേ. നീ വാ.